ചേച്ചി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ കാണും. ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഫേവറേറ്റ് ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അതെല്ലാം എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ചേച്ചിയുടെ സീസണിൽ PR വർക്ക് ചെയ്ത ആരെല്ലാം വിജയിച്ചായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ സീസണിൽ ആ സാധനമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സീസണിൽ കപ്പ് പോലും ഇല്ലായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റായ അനുമോള് 16 ലക്ഷം രൂപയുടെ PR ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതെന്നൊരു അതിൻ്റെ അകത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട്. ഉറപ്പുണ്ടോ? അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ PR വർക്ക് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, PR വർക്ക് കൊണ്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഈ സാബുമാനൊക്കെ പോലുള്ള കണ്ടസ്റ്റൻറ്റ് അവിടെ ഒരു കോണ്ടന്റും കൊടുക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ, കാരണം ക്യാമറയുടെ മുമ്പിൽ പോലും അയാളെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ആ, സത്യമായിട്ടും അങ്ങനെ പുള്ളിയെ പോലും ക്യാമറ അപ്പോൾ ഈ 16 ലക്ഷം കൊടുത്ത് PR ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സത്യം കാണും. ജീവിച്ച് പോട്ടടാ, എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും കപ്പടിക്കട്ടെ. നല്ല അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടട്ടെ. അനീഷേട്ടൻ കപ്പടിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ഞാനല്ലടാ ഇതൊന്നും തീരുമാനിക്കുന്ന ആള്. ചേച്ചി ഈ സീസൺ കണ്ടിട്ട് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? സീസൺ കാണുന്ന പോലെ തന്നെ ആരാ ഇതൊക്കെ പറഞ്ഞേ? പ്രേക്ഷകര് ഭയങ്കര റേറ്റിംഗ് ആണല്ലോ അതിന്. ഈ പ്രാവശ്യം റേറ്റിംഗ് കുറവാണെന്നാണ് പറയുന്നത്. കാരണം അവര് സത്യമായിട്ടും വോട്ടിങ്ങും ഇല്ല. ലാലേട്ടൻ പോലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഖില് ഏത് ചാനലിന്റെ ചേച്ചി ഞാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് വെറൈറ്റി മീഡിയ നിങ്ങളാണോ പറഞ്ഞത്? അല്ല, ഞാനല്ല ലാലേട്ടനാണ് പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞു വോട്ടിംഗ് ഇല്ലെന്ന്. കാരണം റേറ്റിംഗും വോട്ടിങ്ങും ഇല്ല. രണ്ടും പറഞ്ഞു. ലാലേട്ടൻ വോട്ടിംഗ് ഇല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാത്രമല്ല അങ്ങനെ എന്തൊക്കെയായി ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവിടെ ചെന്ന് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ. പിന്നെ ഈ വെളിയിൽ PR ഉണ്ടോയെന്നും നമ്മുടെ സമയത്ത് PR ഇല്ലായിരുന്നു. നമുക്കറിയത്തേയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി PR-നെ പറ്റി പറയാൻ അറിയത്തില്ല. എനിക്ക് എന്തായാലും PR ഇന്ന് വരെ ഇല്ല. എൻ്റെ PR ഞാൻ തന്നെയാണ്. ആരെന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് കഴിഞ്ഞ